അതെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെക്കാടൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് വീട് വെക്കാൻ 10 സെൻറ്റോ 20 സെൻറ്റോ ആയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അതും ബസ് റൂട്ടിൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ മാലക്കല്ല് ടൗണിൽ ഒരു 2 കിലോമീറ്റർ, അതുപോലെ ബന്ദർക്ക ടൗണിൽ ഒരു 10 കിലോമീറ്റർ അകലത്തിൽ പൂക്കയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന നിരപ്പായ 95 സെൻറ്റ് സ്ഥലം മൊത്തമായോ ഹൗസ് പ്ലോട്ടായോ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസിലെ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണേ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ ഒന്ന് കാണട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് മാലക്കല്ലിൽ നിന്ന് വരുന്ന റോഡാണ്. മാലക്കല്ലിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. അതുപോലെ നമുക്ക് കാഞ്ഞങ്ങാടിന് പോകാം, പാണത്തൂരിന് പോകാം, പിന്നെ വെള്ളരിക്കുണ്ടിന് പോകാം. കാഞ്ഞങ്ങാടിനൊക്കെ ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഈ റോഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിവേടകം, ആനക്കല്ല്, ബന്ദർക്ക, കുറ്റിക്കോലൊക്കെ പോകുന്ന റോഡാണ്. ബന്ദർക്കയിലോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ. മെക്കാടൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് കള്ളാറാണ് വരുന്നത്. അതുപോലെ താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിലും വിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരുതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ താഴോട്ടാണ് സ്ഥലം കിടക്കുന്നത്. നല്ല ലെവലായി നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലെല്ലാം ആക്കിയിട്ടുള്ളതാണ്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഇവിടെ അപ്പുറത്തെ പ്ലോട്ടിലൊക്കെ ബോർവെല്ല് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നല്ല കേട്ടോ. ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അടുത്ത് വെക്കണം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇനി നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ 2 സൈഡിൽ കൂടിയും റോഡുണ്ട്. ഒന്ന് നമുക്ക് ഈ ടാറിങ് റോഡും അതുപോലെ മുകളിൽ നമുക്ക് വേറെ ആ ഒരു സൈഡിൽ കൂടിയും റോഡ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു 20 സെൻറ്റ് സ്ഥലം വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ സെയിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാഞ്ഞങ്ങാട് പോകാം, പാണത്തൂർ പോകാം, അങ്ങനെ എല്ലായിടത്തോട്ടും പോകാം. അതുപോലെ തന്നെ നമുക്ക് സുള്ളിയിലോട്ടും പോകാം. കർണാടക സുള്ളിയിലോട്ട് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. പിന്നെ നമുക്ക് വയനാടിനും ഇരിട്ടിയിലോട്ടൊക്കെ ബസ് സർവീസ് ഉള്ളതാണ്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇതാക്കണം ഇവിടെയൊക്കെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡിൽ കൂടെ ഉള്ള റോഡ് എന്ന് പറഞ്ഞാൽ. ഈ റോഡ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിലും കൂടി ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോളേ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി റോഡ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇതാക്കണം ആ കാണുന്നതാണ് ടാറിങ് റോഡ്. അവിടെ നിന്ന് ഏകദേശം ഇതാക്കണം ഇവിടം വരെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് 20 സെൻറ്റ് സ്ഥലം വിറ്റ് പോയ 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ അതിര് ഇതാക്കണം ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഈ കാണുന്ന ഫുള്ള് നമ്മളെ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് കുറച്ച് തേക്ക്, മഹാഗണി പോലത്തെ അങ്ങനത്തെ കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് തെങ്ങുകൾ, ഏകദേശം ഒരു 40ഓളം തെങ്ങുകളും ഉണ്ട്. അതുപോലെ തന്നെ ആക്കണേ നമുക്ക് അടുത്ത ഈ ഒരു ഭാഗത്തോട്ടും ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ ഒരു സൈഡിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന പഞ്ചായത്ത് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ മാലക്കല്ല് ഏരിയയിലൊക്കെ ഒരു വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ അതിരെന്ന് പറഞ്ഞാൽ താഴെ ആ ഒരു വീട് കാണുന്നതിൻ്റെ അവിടം വരെയാണ് അതിര് വരുന്നത്. അത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടോ. പിന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ അകത്തോട്ട് പോയിട്ടും ബാക്കി ഡീറ്റെയിൽ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. ഇനി നിങ്ങൾ നമ്മളെ ഒരു പ്ലോട്ട് കാണാൻ കാസർഗോഡ് ടൗണിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ നമുക്ക് ടാറിങ് റോഡിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളോട്ട് മാറിയിട്ട് ബാക്ക് സൈഡിലോട്ടൊക്കെയാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കണം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ മേടിക്കാൻ ചെയ്യട്ടോ. ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്താണ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഇവിടെ അയൽവാസികളൊക്കെ ആയിട്ടുള്ള വീടുകളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മളെ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലായിടത്തോടെയും വാഹനങ്ങൾ വരാനുള്ള വഴി സൗകര്യമെല്ലാം ഉണ്ട്. ഏത് വാഹനങ്ങൾ വേണേലും വരാനുള്ള വഴി സൗകര്യമെല്ലാം ഉണ്ട്. അതുപോലെ നമ്മളെ സ്ഥലത്തിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഫ്രണ്ടേജ് അതിരി എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കല്ലിട്ടേക്കണേ ഇവിടം വരെയാണ് ഇതിൻ്റെ അതിരി എൻഡ് വരുന്നത് കേട്ടോ. ഇതുപോലെ ചുറ്റുഭാഗം കല്ലിട്ടിട്ട് അതിലെല്ലാം ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കണാണ്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളെല്ലാം ഉണ്ടോ. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. പോയോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ടാറിങ് റോഡാണ് ആ കാണുന്നത് കേട്ടോ. നമ്മൾ
സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. പിന്നെ നമ്മളെ പഞ്ചായത്ത് റോഡ് ആ സൈഡിൽ കാണുന്ന ആ ഒരു വീട് കാണേണ്ട അവിടെയാണ് നമ്മളെ പഞ്ചായത്ത് റോഡെല്ലാം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും വീടുകളുണ്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ചുറ്റുഭാഗത്തും അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു വീട് വരാനുള്ളതിൻ്റെ അതിൻ്റെ വർക്കെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് നീക്കം വലിച്ചിട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ സെറ്റെല്ലാം ആക്കി എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയും വീട് വരാനുള്ള കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് 1/2 കിലോമീറ്ററിൽ നടക്കാനുള്ള ദൂരത്തിൽ പൂക്കായത്ത് എത്തിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയെല്ലാം ഉണ്ട്. അതുപോലെ ഇപ്പോൾ മുസ്ലിം പള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 കിലോമീറ്റർ പോയാൽ കള്ളാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂടങ്കല്ല് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം കേട്ടോ. ഇപ്പോൾ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാജപുരത്തിന് എത്തിക്കഴിഞ്ഞാലും അതുപോലെ പനത്തടി എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളല്ലാണ്ട് രാജപുരത്തിനും പനത്തടിയിലോട്ട് നമുക്ക് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വില പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ട് 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ്. അപ്പോൾ ഇവർ സെൻറ്റിന് വില ചോദിക്കുന്നത് സെൻറ്റിന് ഏകദേശം 80,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ. എന്നതാണ് ബസ് റൂട്ടൊക്കെ ഉള്ളതാണ്, ഇഷ്ടംപോലെ ബസ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 10ഓളം ബസ് റൂട്ട് നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് റൂട്ട് ഉള്ളതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ചങ്കുകൾ ആരെങ്കിലും ഇതേപോലെ നമ്മളെ ഈ ഒരു മാലക്കല്ല് ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അവരുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. ബൈ ബൈ.